ഇത് എനിക്കൊരിക്കലും ഞാൻ അങ്ങ് പോയപ്പോൾ എൻ്റെ ഉപ്പ ഉണ്ടാക്കിയൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ വെച്ചാൽ നെയ്ച്ചോറിൽ എന്തൊക്കെയോ ഇടും. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് കാണാനും നല്ല രസമായിരിക്കും. അപ്പോൾ എന്തൊക്കെ ഇടുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാലോ. അതായിട്ട് ആദ്യം തന്നെ ഒരു വട്ട നമ്മൾ എന്തിലാണോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതെടുക്കുക. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ശേഷം വലിയ ഉള്ളി ഇടുക. പിന്നെ ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾ ഇടലെന്ന് വെച്ചാൽ അതൊക്കെ ഇടുക. പിന്നെ എൻ്റെ ഒപ്പം ഞാൻ നോക്കുമ്പോൾ ഈ മുന്തിരി, ബദാം അങ്ങനെ ഓരോരോ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഓരോ നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഉപ്പയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണാനോ രസം ഉണ്ടായിരിക്കണം, കഴിക്കുമ്പോൾ ടേസ്റ്റും ഉണ്ടായിരിക്കണം, അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് ക്യാരറ്റും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഞാനിനി അടുത്തത് എന്താണ് ഇടുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്തു. അപ്പോൾ ദേ പിന്നെയും കുറച്ച് പട്ടാണിയില്ലേ അത് വേവിച്ചതും കൂടെ ഇട്ടുകൊടുക്കുക. അല്ലാതെ അപ്പാടെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതാ പിന്നെയും കുറച്ച് പച്ചമുളക് അപ്പാടെ എടുത്ത് ഇതിലിടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് വാട്ടി നല്ല സെറ്റായിട്ട് ഇങ്ങനെ കിട്ടണം. അപ്പോൾ ദേ ഇത് വാടിയതൊക്കെ ആകുമ്പോൾ നമുക്കിതിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് പറയൂ, ഉപ്പൊരിക്കലും നമ്മൾ കൂടുതലിടാൻ പാടില്ല, കുറച്ചേ ഇടാവുള്ളൂ. കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കുറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇടാമല്ലോ പറഞ്ഞിട്ട്. അങ്ങനെ ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടെ ഇട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി ഇത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഇപ്പോൾ കാണാൻ തന്നെ എന്തൊരു രസമാണല്ലേ, ഇങ്ങനെ ഈ മേലെ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഞാനാണ് കേട്ടോ ഉപ്പാനോട് പറഞ്ഞു കൊടുത്തത്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. ഈ ചെറുനാരങ്ങ നീര് ഇങ്ങനെ പിഴിഞ്ഞു കൊടുത്താൽ ഈ ചോറൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, അതുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു പകുതി ചെറുനാരങ്ങ നീരെടുത്തിട്ട് പിഴിഞ്ഞു കൊടുക്കുകയാണ് നല്ലോണം. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ വിചാരിക്കും ചെറുനാരങ്ങ പിഴിഞ്ഞാൽ ഭയങ്കര പുളിപ്പൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ ഒരു പുളിപ്പും ഇല്ലായിരുന്നു. നല്ല വിട്ടായിട്ട് അരി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വെക്കുമ്പോൾ ചോറൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പിഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ച് സമയം ഇത് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ അരിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ചോറ് വെന്ത് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് അതിനുശേഷം ഇത് വിളമ്പാൻ പോവാണ്. നമ്മുടെ നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ പച്ചയും ഓറഞ്ചും കറുപ്പും ഒക്കെ ആയിട്ട് പല കളറിലായിട്ട് നല്ലോണം നല്ല രസമായിട്ടില്ലേ കാണാൻ. അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, അത്രയ്ക്കും അടിപൊളിയായിരിക്കും.